ഹായ് ഹലോ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ തഥാഗത എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓർമ്മയുടെ ചുളിവുകളിൽ ജീവിതം ഒളിഞ്ഞിരിക്കുന്നു. തഥാഗത. ഡോക്ടറെ പിന്തുടർന്ന് ചെല്ലുമ്പോൾ ഞങ്ങളെ അനുഗമിക്കുന്ന മൗനവും ഉദാസീനമെന്ന് ഞാൻ കണ്ടു. പതിവ് പോലെ വാതിൽക്കൽ ഡോക്ടർ ഒരു നിമിഷം നിന്നു. കുഴപ്പമൊന്നുമില്ല, ബാക്കിയെല്ലാം നോർമലാണ്. ഞാൻ ഡോക്ടറുടെ മുഖത്തു നോക്കുന്നില്ല. ഡോക്ടർ അത് പറയുമ്പോൾ പകരം എണ്ണിയാലൊടുങ്ങാത്ത താഴോട്ടിറങ്ങിപ്പോകുന്ന ഗോവണിപ്പടികൾ. അവ എണ്ണുകയാണ്. ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ടാവണം. അവ എണ്ണുകയാണ്. ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ടാവണം. കാരണം അദ്ദേഹം പറഞ്ഞു, അല്ല, അൽഷിമേഴ്സ് ഡിസീസിനെ കുറിച്ച് കൃത്യമായി ഒന്നും പറയാൻ വയ്യ എന്ന് കൂട്ടിക്കോളൂ. പ്രതികരണശേഷി ശ്രദ്ധിക്കണം. എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ അറിയിക്കൂ. തല ചെരിച്ച് ഔപചാരികമായ യാത്ര പറയലിനിടയ്ക്ക് അദ്ദേഹം കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒറ്റ നോട്ടത്തിൽ കിട്ടുന്ന കാഴ്ചയേക്കാളും അധികമാണ് ഈ ലോകത്തിൽ നാം കാണാതെ പോകുന്ന കാര്യങ്ങൾ. ഒരു ഉദാഹരണത്തിന്, ഈ ഫ്ലാറ്റിലെ അടഞ്ഞ വാതിലിനു പിറകിൽ എന്നെയും അമ്മയെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു മഹാമൗനം. മരണം എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ എന്ന് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ആ മൗനം. ഈശ്വരൻ എന്നു വച്ചാലും ഇങ്ങനെ തന്നെയോ എന്ന് സന്ദേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൗനം. അകത്തെ മുറിയിൽ അമ്മ കിടക്കുകയാണ്, ഒരു നേർരേഖ പോലെ നിശ്ചലയായി. ഞാൻ അമ്മയുടെ അടുത്തേക്ക് നടന്നു. എൻ്റെ ഓരോ കാൽവെപ്പിലും അമ്മ ഇപ്പോൾ തല ചെരിച്ചു നോക്കുമെന്ന ആശ ഞെരിഞ്ഞമർന്നു കൊണ്ടിരുന്നു. ഓരോ കാൽവെപ്പും അമ്മയുടെ അടച്ചിട്ട ഓർമ്മയുടെ വാതിൽക്കൽ മുട്ടി നൊമ്പരമെന്നോണം മടങ്ങി വരുന്നത് പോലെ. എൻ്റെ ഓർമ്മയാവട്ടെ ഒരു വലിയ എട്ടുകെട്ട് പോലെയും. 10ഓ 12ഓ കുട്ടികളോടൊപ്പം സ്കൂൾ വിട്ട് ഇടവഴിയിലൂടെ ഓടിവരുമ്പോൾ അവർക്കിടയിലും എൻ്റെ കാൽപ്പെരുമാറ്റം തിരിച്ചറിഞ്ഞ് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന അമ്മ. ഈ അമ്മ ചുവരിൽ കണ്ണും നട്ട് കിടക്കുകയാണ്. ചുവരിൽ 10 വർഷം മുമ്പ് അകാലത്തിൽ മരിച്ചുപോയ എൻ്റെ ഏട്ടത്തിയുടെ ഫോട്ടോ. അമ്മ എന്താവാം ഓർക്കുന്നത്? ഞാൻ കട്ടിലിൽ ചെന്ന് ചേർന്നിരുന്നു വിളിച്ചു, അമ്മേ. തിരിച്ചറിവിൻ്റെ യാതൊരു സൂചനയും തരാത്ത ഒരു നോട്ടം അമ്മ എനിക്ക് നീട്ടുന്നു. അമ്മേ എന്ന സംബോധന എത്ര നീട്ടിയാലും എത്താൻ കഴിയാത്ത ഏത് അകലത്തിലാണ് അമ്മ വസിക്കുന്നത്? ഹൃദയം നുറുങ്ങിപ്പോകുന്നത് അറിഞ്ഞില്ലെന്നു നടിച്ച് ഞാൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, അമ്മ എന്താ ആലോചിക്കുന്നത്? എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന അമ്മയുടെ വൃദ്ധ നെറ്റിയിൽ ചുളിവുകൾ. ഒരു മറുപടിക്കു കാക്കുകയാണ് ഞാൻ. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങവേ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു, അമ്മ എന്താവാം ആലോചിക്കുന്നത്? എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ഹൃദയം മനസ്സിനോട് പറയുന്നു, അമ്മയ്ക്ക് നമ്മളെ അറിയുന്നതിൻ്റെ കോടിയിൽ ഒരംശം പോലും നമുക്ക് അമ്മയെക്കുറിച്ച് അറിഞ്ഞുകൂടല്ലോ. നോക്കിയിരിക്കെ ആ നെറ്റിയിലെ ചുളിവുകൾ മായുന്നത്, ആ മുഖം ശാന്തമായ ഒരു പ്രസന്നത കൈവരിക്കുന്നതും ഞാൻ കണ്ടു. വാതിലടച്ചു പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയെപ്പോലെ. അമ്മയുടെ ഓർമ്മകളുടെ ചുളിവുകളിലോ നിവരലിലോ ഇപ്പോൾ ഞാനില്ല. ഒരുപാട് കാലം ആ ചുളിവുകളും നിവരലും എന്നെക്കുറിച്ചായിരുന്നുവല്ലോ. വേരറ്റു പോകുന്ന പോലെ. അമ്മയുടെ ഓർമ്മകളിൽ നമ്മളില്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത്. മുറിയിലെ ഫോൺ നിർത്താതെ ശബ്ദിക്കുന്നു. എടുക്കുന്നത് വരെ ശാഠ്യം പിടിക്കുന്ന കുട്ടി കണക്കെ അങ്ങേയറ്റത്ത് ഭർത്താവും കുട്ടികളും മാറി മാറി സംസാരിക്കുന്നു. എന്നു മടങ്ങും? അമ്മയെ നോക്കാൻ നഴ്സിനെ ഏർപ്പാടാക്കാത്തതെന്താണ്? അമ്മേ, അമ്മ എന്ന് വരും? ദീപുമോന് പനിയാണ്. ഞാൻ ഫോൺ താഴ്ത്തു വെക്കവേ അമ്മ പ്രസന്നമായും സ്ഫുടമായും ചോദിക്കുകയാണ്, ആരാ ഫോൺ വിളിച്ചത്? ദീപു ആണോ? അവന് സ്കൂൾ അടച്ചോ? ഞാൻ മിന്നൽ പോലെ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ദീപുവാണമ്മേ, ദീപുവിന് അടുത്താഴ്ച സ്കൂൾ അടയ്ക്കും. അമ്മയ്ക്ക് ദീപുവിനെ? എൻ്റെ വർത്തമാനം പാതിക്ക് വെച്ച് നിശബ്ദമാകുന്നു. അമ്മയുടെ നോട്ടം വീണ്ടും ശൂന്യമായ ജനാല പോലെയായി മാറുന്നത് ഞാൻ കാണുകയാണ്. വിചാരിക്കാത്തപ്പോൾ കയറി വന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകുന്ന തഥാഗതിയായി എൻ്റെ അമ്മ എന്നെ നോക്കുന്നു. എത്ര നിർമ്മമായ നോട്ടം! ക്ലോക്കിൽ മണി 12 അടിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, കണ്ണിൽ മരുന്നുറ്റിക്കേണ്ട സമയമായി, കണ്ണു കാണിക്കൂ. അമ്മ കണ്ണുകൾ ഇറുക്കിയടച്ച് വായ തുറന്നു കാണിച്ചു. ചിരിയും സങ്കടവും ഒരുമിച്ചു വന്നു. എനിക്ക് തെല്ലുറക്കെ ഞാൻ ശാസിക്കുകയാണ്, എന്താ ഇത്, കൊച്ചു കുട്ടികളെപ്പോലെ? കണ്ണു തുറക്കൂ. കണ്ണിൻ്റെ അടിത്തട്ടിൽ കിടന്ന മിന്നിയിരുന്ന അമ്മയുടെ ചിരി മരുന്നിൽ കലങ്ങി മറഞ്ഞു. മുഖം തുടച്ചു കൊടുത്ത് താങ്ങിയെടുത്ത് ഞാൻ വീൽചെയറിലേക്ക് അമ്മയെ ഇരുത്തി സാവധാനം ഉന്തി നടന്നു. ഇപ്പോൾ ഞങ്ങൾ ജനാലക്കരികിലാണ്.
താഴെ മൈതാനത്ത് കുട്ടികൾ പന്തു കളിക്കുന്നു. കൊടിയും ആർപ്പുവിളികളും ഉയരുന്നു. പന്ത് ഉയരത്തിൽ പൊന്തി ഞങ്ങളുടെ ജനാലയോളം വന്ന് താഴേക്ക് പതിക്കുന്നു. എല്ലാ ശബ്ദങ്ങളും ജീവിതം തന്നെയും ഞങ്ങളുടെ ജനാലയോളം എത്തി മടങ്ങിപ്പോകുന്നുവെന്ന് എനിക്ക് തോന്നി. ജീവിതത്തിൽ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട അമ്മ. അമ്മയുടെ മനസ്സിൽ നിന്നും എങ്ങനെയാ പുറന്തള്ളപ്പെട്ടു പോയ ഞാൻ. അമ്മ അനുസരണയോടെ പന്തുകളി ഇരുന്നു കാണുകയാണ്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ 4 മാസം മുൻപുള്ള ഒരു സായാഹ്നം. അന്നാണ് അമ്മയെ അവസാനമായി നടക്കാൻ കൊണ്ടുപോയത്. ഞാൻ പെട്ടെന്നൊരു നിമിഷം കൈവിടുവിച്ച് നിരത്തു മുറിച്ചു കടന്ന് എതിർവശത്തെ ഫുട്പാത്തിലെ തിരക്കിൽ അമ്മ അപ്രത്യക്ഷയായി. നഗരത്തിലെ തിരക്കിൽ ചെവിയടപ്പിക്കും വിധം പെരുമ്പറ കൊട്ടുന്ന ഹൃദയമിടിപ്പോടെ ഞാൻ കണ്ടെത്തുമ്പോൾ ഒരു തുണിക്കടയുടെ മുൻപിൽ പകച്ചു നിൽക്കുകയായിരുന്നു അമ്മ. ഞാൻ അമ്മയെ വീണ്ടും കിടക്കയിലേക്ക് കൊണ്ടുവന്ന് ചാരിയിരുത്തി. എല്ലിൻകൂട് പോലുള്ള ആ നെഞ്ചിൻ്റെ മിടിപ്പ് എനിക്ക് കേൾക്കാം. അമ്മേ, കഞ്ഞി തരട്ടെ, ഞാൻ ചോദിക്കുന്നു. അമ്മയുടെ കണ്ണുകൾ ഏടത്തിയുടെ ഫോട്ടോയിൽ വീണ്ടും ചെന്നു തങ്ങിയിരിക്കുന്നു. നെറ്റിയിൽ ചുളിവ് വീണിരിക്കുന്നു. ഒരു സ്പൂൺ കഞ്ഞി കോരിക്കൊടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, അതാരുടെയാ ആ ഫോട്ടോ അറിയുമോ? എന്തെങ്കിലും പ്രതികരണത്തിനായി ഞാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ്. ഒരു തുള്ളി കണ്ണീർ, ഒരു നെടുവീർപ്പ്, എന്തെങ്കിലും. അമ്മയുടെ നെറ്റിയിൽ ചുളിവുകളുടെ എണ്ണം കൂടുന്നു. ഉത്സാഹത്തോടെ ആകാംക്ഷയോടെ ഞാൻ ആ മുഖം ഒരു വിരൽ കൊണ്ട് എൻ്റെ നേർക്ക് തിരിച്ചു ചോദിക്കുകയാണ്. അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ, അമ്മയുടെ അമ്മിണിക്കുട്ടിയെ? അമ്മ പ്രാവിൻ്റേതുപോലെ വിശുദ്ധമായ കണ്ണുകൾ കൊണ്ട് എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കഞ്ഞി തുപ്പിക്കളഞ്ഞു. മതിയായി എന്നർത്ഥം. മുഖം തുടച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ നോട്ടം എൻ്റെ മുഖത്തു തന്നെ. മെല്ലെ കിടത്തി ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എവിടെ അമ്മേ, അമ്മയുടെ അമ്മിണിക്കുട്ടി? അമ്മിണിക്കുട്ടി മരിച്ചുപോയി. എൻ്റെ മുഖത്തു നിന്ന് നോട്ടം മാറ്റാതെ ഓർമ്മകളിലെവിടെയോ നടന്നു മറയവേ അമ്മ പറഞ്ഞു. അഷിതയുടെ കഥകൾ. അഷിത. ഇവിടെ എന്താണ്? ഒരു ഓർമ്മ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെയും ആ മകളുടെയും കഥയാണ് അല്ലേ? ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. എൻ്റെ ഓർമ്മയാവട്ടെ വലിയ എട്ടുകെട്ട് പോലെ. അമ്മ പ്രാവിൻ്റെ വിശുദ്ധമായ കണ്ണുകൾ കൊണ്ട് എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കഞ്ഞി തുപ്പിക്കളഞ്ഞു. ഞാൻ മിന്നൽ പോലെ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. കഥയിലെ കാവ്യാത്മക പ്രയോഗങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ? കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങൾ ഇത്തരം പ്രയോഗങ്ങളിൽ തെളിയുന്നുണ്ടോ? ചർച്ച ചെയ്യുക. തെളിയുന്നുണ്ട്. കാരണം ഓരോ സന്ദർഭത്തിനും അനുസരിച്ചാണ് ഈ പ്രയോഗങ്ങൾ. ഇവിടെ അമ്മയുടെ കണ്ണിനെ പ്രാവിൻ്റെ നിറത്തിനോട് സാദൃശ്യപ്പെടുത്തിയത് അമ്മയുടെ ആ വിശുദ്ധിയെ ആണ്. മിന്നൽ വേഗത്തിൽ എന്നുള്ളതിൽ കഥാപാത്രത്തിൻ്റെ സാഹചര്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഓർമ്മകളുടെ എട്ടുകെട്ടുകൾ എന്നുള്ള പ്രയോഗത്തിലും നമുക്ക് ആ കഥാപാത്രത്തെ തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ അമ്മയുടെ കൈകളിലുണ്ട് ചുളിവിൻ്റെ എണ്ണമില്ലാത്ത ഞൊറിവളകൾ. ഓർമ്മകൾ കൊണ്ട് തിളങ്ങുന്നവ. 7 70 7000 അതിൽ നിറഭേദങ്ങൾ. അമ്മയെ കുളിപ്പിക്കുമ്പോൾ. സാവിത്രി രാജീവൻ. കഥയിലെയും മുകളിൽ നൽകിയ വരികളിലെയും ആശയതലം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അമ്മയുടെ ശരീരത്തിലെ ഓരോ ചുളിവിലും തെളിയുന്നത് ഓർമ്മകളാണ്. അമ്മ ജീവിച്ച കാലങ്ങളിൽ കഴിഞ്ഞ ഓർമ്മകൾ ഈ 2 സന്ദർഭങ്ങളിലും തെളിയുന്നുണ്ട്. ഓർമ്മ നഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് 2 ഭാഗങ്ങളിലും ഉള്ളത്. മക്കളിൽ അമ്മയുടെ സ്നേഹത്തെയും കരുതലിനെയും തിരിച്ചറിവുണർത്തുന്ന സാഹചര്യം ഈ 2ലും ഉണ്ട്. അമ്മ ജീവിച്ച കാലത്തിൻ്റെ ഓർമ്മകൾ ശരീരത്തിലെ ചുളിവുകളിലൂടെ വായനക്കാരിൽ എത്തിക്കുന്നുമുണ്ട്. അമ്മയുടെ കഴിഞ്ഞ കാലങ്ങളിലെ നല്ലതും മോശവുമായ അവസ്ഥയെ ഈ പാഠഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം എന്താണ്? തഥാഗത എന്ന ശീർഷകം കഥയ്ക്ക് എത്രമാത്രം യോജിക്കുന്നുണ്ട്? കഥ വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തഥാഗത എന്ന തലക്കെട്ട് ഈ കഥയ്ക്ക് യോജിച്ചതാണ്. കാരണം കഥയിലുടനീളം കാണാൻ കഴിയുന്നത് ഓർമ്മ നഷ്ടപ്പെട്ട അമ്മയെയാണ്. എന്തൊക്കെ ശ്രമിച്ചിട്ടും അമ്മയുടെ ഓർമ്മയെ തിരികെ കൊണ്ടുവരാൻ മകൾക്ക് സാധിക്കുന്നില്ല. എത്ര ഓർമ്മകൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചാലും ഒന്നിനും ഓർമ്മ വരാത്ത അമ്മയുടെ അവസ്ഥ ഈ തലക്കെട്ടിന് ഉചിതമാണ്. അടുത്ത ചോദ്യം, താങ്ങി എടുത്ത്, പതിവ് പോലെ, അധികം ആണ്, ഇറങ്ങി പോകുന്ന. മുകളിൽ നൽകിയ പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ വന്ന മാറ്റങ്ങൾ എന്തെല്ലാം? കണ്ടെത്തി എഴുതുക. ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി പിരിച്ചെഴുതി പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ്? താങ്ങിയെടുത്തു, പതിവ് പോലെ, അധികമാണ്, ഇറങ്ങിപ്പോകുന്ന. ഇവിടെ അക്ഷരങ്ങൾ എന്താണ്? ചിഹ്നങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വാക്കുകൾ പാഠഭാഗത്ത് ഒരുപാടുണ്ട്. ഓർമ്മകളിൽ എവിടെയോ എന്നുള്ളത് ഓർമ്മകൾ എവിടെയോ, നടന്നു മറയവേ,
ചാരി ഇരുത്തി, കണ്ടെത്തുമ്പോൾ, കണ്ട് എത്തുമ്പോൾ. ഇനിയും ഒരുപാട് പദങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കാം. വാർദ്ധക്യത്തിൻ്റെയും പലതരം രോഗപീഠങ്ങളുടെയും നിസ്സഹായതയുടെയും വേദനകൾ അനുഭവിക്കുന്നവരാണ് നമുക്ക് ഒപ്പമുള്ള പലരും. അനുതാപപൂർവ്വം കൈത്താങ്ങ് നൽകി അവരുടെ ജീവിതത്തിൽ പ്രത്യാശയും ആഹ്ലാദവും നിറയ്ക്കേണ്ടത് കുടുംബത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണോ? പാഠഭാഗവും സാന്ത്വന പരിചരണവുമായി ബന്ധപ്പെട്ട സമകാലിക സംഭവങ്ങളും വിശകലനം ചെയ്ത് പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം നമുക്ക്? പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന ഈ ലോകത്ത് എല്ലാവരും സന്തോഷവാന്മാരാണോ? അല്ല. നമുക്ക് ചുറ്റിലും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ ഉണ്ട്. നാം കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുന്നവരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും ശ്രദ്ധ ചെലുത്തണം. ഒരു പൗരൻ്റെ കടമയാണത്. മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല, അവരുടെ കുടുംബത്തിന് വരെ അതൊരു ആശ്വാസമാണ്. നമുക്കും അതിലൊരു ഭാഗമാകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി അവസാനത്തെ ചോദ്യമാണ്. കാടും മലയും കടന്ന് സോദരർക്കായി അന്നം കൊണ്ടു പോകുന്ന ഉറുമ്പും വിറളിപ്പിടിച്ച കുതിരയെപ്പോലും മെരുക്കുന്ന ദയയും സ്മൃതിനാശം ബാധിച്ച അമ്മയെ പരിചരിപ്പിക്കുന്ന മകളും ജീവിതയാത്രയിൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നവരാണല്ലോ. ജീവിതത്തിൽ പദം പദം ഉറച്ച് മുന്നേറാൻ ഇത്തരത്തിൽ ഒട്ടേറെ ശേഷികളും നൈപുണികളും നാം നേടേണ്ടതുണ്ട്. യൂണിറ്റിലെ രചനകളും ജീവിതാനുഭവങ്ങളും വിശകലനം ചെയ്ത് പ്രതിസന്ധികളും ജീവിത വിജയവും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. നമുക്കറിയാം, നാം ജീവിക്കുന്ന ലോകത്ത് നിരവധി പ്രതിസന്ധികളാണ് നാം നേരിടേണ്ടി വരുന്നത്. ഒന്നും നാം മുൻകൂട്ടി നിശ്ചയിക്കുന്നതല്ല. ഓരോന്നിനും ജീവിതം നമ്മളെ കൊണ്ടെത്തി നിൽക്കുന്നതാണ്. എന്നാൽ ആ സാഹചര്യങ്ങൾ ഏതായാലും അത് ഉൾക്കൊണ്ട് അതിനോട് പോരാടുന്നവരാണ് വിജയം കൈവരിക്കുന്നത്. അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉൾപ്പെട്ട പാഠഭാഗങ്ങളാണ് നാം യൂണിറ്റിൽ പഠിച്ചത്. ഓരോ പാഠഭാഗത്തിൽ നിന്നും ഓരോ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതൊക്കെ മനസ്സിലാക്കിയാൽ അതിനെ അതിജീവിക്കാനുള്ള കരുത്തും നമുക്ക് ലഭിക്കും. അമ്മയുടെ ഓർമ്മ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ മകളുടെ മാനസികാവസ്ഥയെയും മറ്റു കഥാപാത്രങ്ങളുടെ അവസ്ഥകളും നമ്മൾ കണ്ടു. ഏത് അവസ്ഥയെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.